എടി ഒരു ചായ കൊണ്ടുപോടി. ഈ എന്തെങ്ങനെ മുഖം കയറ്റി പിടിച്ചിരിക്കുന്നേ? ഒന്നുമില്ല, എല്ലാം നിങ്ങളുടെ ഇഷ്ടല്ലേ, പിന്നെ ഞാനെന്ത് പറയാനാ. നമുക്ക് ജീവിച്ചാ പോരെ? 30 വർഷമായില്ലേ ഞാൻ അവിടെ. ഇനി നാട്ടിലൊന്നും ജീവിക്കട്ടെ. ഒന്ന് രക്ഷപ്പെട്ടു വരെയായിരുന്നു, അപ്പോഴാണ് നിങ്ങളുടെ തല തിരിഞ്ഞൊരു ബുദ്ധി. നിനക്ക് നിന്റെ ആവശ്യങ്ങളൊക്കെ നടന്നാൽ പോരെ, പിന്നെന്താ പ്രശ്നം? ഗൾഫുകാരുടെ ഭാര്യ എന്ന് എല്ലാവരും പറയണത്, ഇനിയിപ്പോൾ വേലയും കൂലില്ലാത്ത ഒരാളുടെ ഭാര്യ എന്ന് എല്ലാവരും പറയും. ഞാൻ കളിച്ചു വളർന്ന എൻ്റെ നാടും ഇവിടുത്തെ ഈ പാടവും ഇടവഴികളും ഒക്കെ 30 വർഷം ഇല്ലാണ്ടായില്ലേ. ഇനി എനിക്കത് വേണം. നിങ്ങൾ അവിടെയൊക്കെ കളിച്ച് നടന്നു. ഐഷാത്തല്ലേ വരണേ? അസ്സലാമലൈക്കും. ഇരിക്കി. നിനക്ക് സുഖല്ലേടാ? ജബ്ബാർക്ക് കൊടുത്തയച്ചത് ഇരിക്കുന്നുണ്ട്, എനിക്കവിടെ വരാൻ പറ്റിയില്ല. നീ അങ്ങോട്ട് എടുത്തേടിയത്. അവിടെ എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ഒരു ദിവസം അങ്ങോട്ട് ഇറങ്ങുന്നുണ്ട്. ഇനി എനിക്ക് ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ, എപ്പോൾ വേണമെങ്കിലും ഇറങ്ങാലോ. അതെ 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 അതെ. ഇവിടെ ഇപ്പോൾ എന്ത് ചെയ്യാനാ പരിപാടി? ഈ പ്രായത്തിൽ നിനക്കിപ്പോൾ ഇവിടെ എന്ത് ചെയ്യാനാ പറ്റുക? ഈ നാട്ടിൽ ജീവിക്കാനാണ് അത്രേ. ഇവിടെ ഉള്ളവരെന്നെ എവിടേക്കെങ്കിലും പോവാനാ നിൽക്കണേ. നീ എത്ര വർഷമായിടാ പോയിട്ട്? 30 വർഷം. ജബാർക്ക് പോയിട്ട് 40 വർഷമായി. ഇടയ്ക്ക് വരുമ്പോൾ മൂപ്പരും പറയും നാട്ടിൽ നിൽക്കണമെന്ന്. ഞാൻ നിർത്തോ? ജബ്ബാർക്ക് എപ്പോഴും പറയും എല്ലാം അവസാനിപ്പിച്ച് നാട്ടിൽ പോകണമെന്ന്. അവിടെ നിന്നുകൊണ്ട് വീട് വലുതായി, മക്കളെ കെട്ടിച്ചയക്കാൻ പറ്റി, നാട്ടിലൊരു നിലയും വിലയൊക്കെ ഉണ്ടായി. ഇവിടെ നിന്നാ അതുണ്ടാവുമോ? അങ്ങനെ പറഞ്ഞു കൊടുക്ക ഐഷത്ത. ഞാൻ എത്ര പറഞ്ഞാലും കേൾക്കില്ല. ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? വേണ്ട മോളെ, വീട്ടിൽ ചെന്നിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്, ഞാൻ പിന്നെ വരാം. ഷംസു, നീ എന്ത് പണിയും കാണിക്കുന്നേ? മുനീറ, എന്താടാ? നീ ഇനി ഗൾഫിൽ പോകണില്ല എന്ന് പറഞ്ഞത് നേരാണോ? ആടാ, ഇനി ഇവിടെ അങ്ങോട്ട് കൂടാന്ന് വെച്ചു. ഇത്ര നാളും നീ ഒരു വിസ എന്ന് വെച്ചിട്ടാണ് ഒരു പണിക്കും പോകാണ്ട് ഞാൻ ഈ നാട്ടിൽ നിന്നത്. ഇനി ഞാൻ എന്ത് പേര് പറഞ്ഞ് പണിക്ക് പോകാണ്ട് നിൽക്കൂടാ? അവിടെ ഇപ്പോൾ പഴയ പോലെ ഒന്നല്ലടാ. നീ ഇവിടെ വല്ല പണിയും നോക്ക്. നിന്നെ പോലുള്ള സകല ഗൾഫുകാരും പറയണ പറച്ചില്ല അത്. നീ മര്യാദയ്ക്ക് ഗൾഫിൽ പോക്കോ. നീ വന്നേ, നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അവിടെ ഇരുന്നോ? വാ, ഇങ്ങോട്ട് വാ, ഇവിടെ ഇരി. ആദ്യം കണ്ടതേ നീ ഗൾഫിൽ പോയില്ലെങ്കിലുള്ള അവസ്ഥ. ഇപ്പോൾ കണ്ടത് നീ ഗൾഫിൽ പോയാലുള്ള അവസ്ഥ. ഏതാ വേണ്ടത്? നീ പറഞ്ഞതൊക്കെ നന്നായിട്ടുണ്ട്, പക്ഷേ ഞാൻ പോണില്ലടാ. നീയൊക്കെ ജബ്ബാർഖാനെ കണ്ട് പഠിക്കണം. 40 വർഷമായി മൂപ്പര് ഗൾഫിൽ. വലിയ ടെറസ് വീട് കണ്ടണ്ട നീ വരുമ്പോൾ ആകെ തരുന്നത് ഒരു ബോഡി സ്പ്രേയും ഒരു ഊതിൻ്റെ കുപ്പിയും. ജബ്ബാർക്ക് വരുമ്പോഴേ ഇത്തവണ നിൽക്കാനല്ലേ അവരെന്നെ, അപ്പോൾ ഒന്നും മേടിച്ചിട്ടില്ലടാ. വിസയുടെ കാര്യം പോട്ടെ, ഒരു അത്തറിൻ്റെ കുപ്പി. എനിക്ക് സമയമില്ലടാ, ഞാൻ പോട്ടെ. നീ എങ്ങോട്ടാ പോണേ? എനിക്കെന്തോ തിരക്കുണ്ടാ. മോള് പോയാ? മോള് പോയി. മോളുടെ പ്രസവത്തിന് കൂട്ടിക്കൊണ്ടുവന്നോട്ടാ. ഞാൻ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. മറ്റവൾക്ക് കട തുടങ്ങാനായിട്ട് പൈസ ചോദിച്ചിട്ടുണ്ട്, അത് നമുക്ക് ശരിയാക്കി കൊടുക്കാം. എല്ലാം കഴിഞ്ഞ് ഈ കൊല്ലം എനിക്ക് നാട്ടിൽ വരാൻ പറ്റില്ല അല്ലേ? അടുത്ത കൊല്ലം വരാലൊക്ക. ശരി. അതെ, ഒരു കാര്യം കൂടി പറയാൻ മറന്നുപോയി. പള്ളിയിൽ ഉസ്താദ് ഒരു മൊബൈൽ ചോദിച്ചിട്ടുണ്ട് കേട്ടാ.
ഇവിടെ എന്താ പണം കേൾക്കണ മരം വല്ലതും ഉണ്ടോ? നമ്മുടെ പള്ളിയിലെ മൊയിലാരല്ലേ ആയിരുന്നു, നിങ്ങൾ അയച്ചു കൊടുക്ക്. അത് നമുക്ക് എന്താണെന്ന് വെച്ച് ചെയ്യാം. അവിടെ എപ്പോഴും ആവശ്യങ്ങളാടാ. എന്നാ ശരി. ഉമ്മ, നിങ്ങൾ എന്താ ഇവിടെ ഇരിക്കണേ? അകത്തേക്ക് വാ. ജബാറ് വരുവേ, ജബാറ് വരൂപ്പ. ഉമ്മയെ കണ്ടില്ലെങ്കിലേ വിഷമാവും. എന്തുമ്മ, നിങ്ങളുടെ മോൻ ഗൾഫിലല്ലേ? ഈ പോടി, അവനിപ്പോ വരും. ഇക്ക വരുമ്പോ ഉമ്മാനെ വിളിക്ക. ഇപ്പൊ ഉമ്മ ഇങ്ങോട്ട് വാ. അവൻ വരും. അവൻ വരുമ്പോ എന്നെ കണ്ടില്ലെങ്കി വിഷമാവില്ലേ? ഇപ്പൊ ഉമ്മ ഇങ്ങോട്ട് വാ. ദേ വേഗം റെഡിയാവുന്നേ, അവിടെ ഉസ്താദ് വന്നിട്ടുണ്ട്. ആ ശരി, ഞാനിപ്പോൾ ചെല്ലാം. അതെ, ഇപ്പോഴേ എനിക്കൊരു സമാധാനമായത്. ഞാൻ പോണോടി. ദേ പോവാനുള്ള വണ്ടി വരെ വന്ന് നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ ഓരോ സംസാരങ്ങൾ. ഓരോ പ്രവാസിയുടെ മനസ്സിലും കാറിൽ കയറുന്നത് വരെ ഇതന്നെ, പോവണ്ടെന്ന്. ഓരോ വീട്ടിലുള്ളവരുടെ മനസ്സിലുള്ളതേ തിരിച്ചു പോണില്ലേ എന്നുള്ളൊരു ആദ്യ. നിങ്ങൾക്ക് എന്നെ എപ്പോൾ വേണമെങ്കിലും വീഡിയോ കോൾ ചെയ്യാലോ. അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യ്, എനിക്കും കൂടി ഒരു വിസ തയ്യാറാക്കി തന്നു. ശരി, ഞാൻ ഇറങ്ങാൻ നോക്കട്ടെ. ഷംസുക്ക, 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 നിങ്ങൾ അറിഞ്ഞാ ഇപ്പോഴാണ് ഫോൺ വന്നത്. എന്തടാ, ഞാൻ അറിഞ്ഞില്ല. അതെ, ജബ്ബാർക്ക് മരിച്ചു. ഗൾഫിൽ നിന്ന് കോൾ വന്നതാ. അറ്റാക്കാന്ന് പറഞ്ഞേ. ബോഡി എത്താൻ 10 ദിവസമാവെന്ന് പറഞ്ഞ്. എംബാമൊക്കെ ചെയ്യണ്ടേ? ഇത് വല്ലാത്ത കഷ്ടമായല്ലോ ഐഷത്താടെ ഒരു അവസ്ഥയെ. ദേ നിങ്ങളുടെ സമയം വൈകണ്ടാട്ടാ. ജബാറ് വരാറായോ മോളെ? ജബാറ് വരുമ്പോ എന്നെ കണ്ടില്ലെങ്കിൽ വിഷമാവില്ലേ? ഞാൻ അവിടേക്ക് പോട്ടെ? ഉമ്മ, മോനെ, ഉമ്മക്ക് സുഖമല്ല ഉമ്മ? ഉമ്മ എല്ലാം മറന്നു, മോനൊഴികെ. നമുക്ക് മസറി വെച്ച് കാണാം ഉമ്മ. അസ്സലാമു അലൈക്കും. വാ അലൈക്കും സലാം.